ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا وشفيعنا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من قرآنك الكريم. أوصل اللهم ثواب ذلك إلى حضرة سيدنا وشفيعنا محمد مصطفى صلى الله عليه وسلم وإلى أرواح أهل الخير كلهم أجمعين. اللهم بحقهم وبجائهم بارك لنا في كل أمورنا خصوصا في مجلسنا هذا بركة تامة يا رب العالمين. اللهم وإلى أرواح من ماتوا منا من آبائنا وأمهاتنا وسائر أقربائنا الموتى يا رب العالمين. اللهم اجعل قبورنا قبورهم موتا من رياض الجنان ولا تجعل قبورنا وقبورهم حفرة من حفر النيران. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. سلام على خير خلق الحمد لله. സ്വാഗത പ്രഭാഷണത്തിന് വേണ്ടി മുസ്തഫയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1499 ജന്മദിനത്തിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ആളുകൾ അവിടുത്തെ സ്നേഹപ്രകടനങ്ങൾ പല രൂപത്തിലും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ സിറാജുൽ ഇസ്ലാം മദ്രസ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സംഘടിപ്പിക്കപ്പെട്ട ജശ്ന മിലാദ് 2K24 ഇതിന്റെ രണ്ടാമത്തെ സെഷനിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ നമ്മുടെ കോളേജിലും നമ്മുടെ ഖതീബും ഒക്കെയായ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖയ്യൂം ശിഹാബ് തങ്ങൾ സമസ്തയുടെ ത്രിവർണ്ണ പതാക വാനിലേക്ക് ഉയർത്തിയതോടുകൂടി തുടക്കം കുറിച്ച നമ്മുടെ ഘോഷയാത്ര നമ്മുടെ മഹലിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോയി. രക്ഷിതാക്കന്മാരോടും വിദ്യാർത്ഥികളുടെയൊക്കെ അകമ്പടിയോടുകൂടി നമ്മുടെ മഹാനഗരങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് 12 മണിയോടുകൂടി ഇവിടെ തിരിച്ചെത്തി മൗലിദ് പാരായണവും അന്നദാനവും ഒക്കെ നടത്തി നാം പിരിഞ്ഞു.
അതിന്റെ രണ്ടാമത്തെ സെഷനായ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന്റെ തുടക്കമാണ് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഈ പരിപാടിയിൽ പ്രാർത്ഥന നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് നൂറുദ്ദീൻ ജിഫ്രി തങ്ങൾ അവർ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ഇൻഷാ അല്ലാഹ് താങ്കൾ വന്നതിന് ശേഷം എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥന നടക്കും. ഈ പരിപാടിയുടെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തെ സംബന്ധിച്ചും അവിടുത്തെ മദീനയെ സംബന്ധിച്ചും അവിടുത്തെ ജീവിതചര്യകളെ സംബന്ധിച്ചും വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ധാരാളം പരിപാടികൾ ഗദ്യമായും പദ്യമായും ഒക്കെ ഇവിടെ അവതരിപ്പിക്കാനിരിക്കുന്നു. അവിടുത്തെ ജീവിതചരിത്രം ലോകാവസാനം വരെ എത്ര പറഞ്ഞു തീർത്താലും ഒരാളെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധ്യതയില്ല എന്ന് ചരിത്രത്തിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. സമുദ്രത്തിലെ വെള്ളം മുഴുവനും പശിയായി, ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സസ്യപദാർത്ഥം മുഴുവനും പേനയായും എഴുതിയാൽ പോലും തീരാത്തത്ര ചരിത്രങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറയാനുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥികൾ ഇവിടെ അവതരിപ്പിക്കും. നിങ്ങൾക്കധികം ആ വിഷയത്തിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. എനിക്ക് കാര്യമായി ഇവിടുത്തെ രക്ഷിതാക്കന്മാരോട് പറയാനുള്ളത്, വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറ മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അതുപോലെ തന്നെ മയക്കുമരുന്നിന് മറ്റുള്ള പദാർത്ഥങ്ങളിലേക്ക് അടിമപ്പെട്ടായിക്കൊണ്ട് ഒരു വിഭാഗം യുവാക്കളിവിടെ വളർന്നു വരുന്നു. മറ്റൊരു വിഭാഗം യുക്തിവാദത്തിന്റെയും നിരീശ്വരവാദത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് വളർന്നു വരുന്നു. മറ്റൊരു വിഭാഗം മതനിരാശ വളർത്തിക്കൊണ്ട് കടന്നു വരുന്നു. ഭീകരവാദത്തിന്റെയും പിന്നാലെ കടന്നു പോകുന്നു. ഇങ്ങനെയാണ് വളർന്നു വരുന്ന യുവതലമുറ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മക്കളെ ഈ വിജ്ഞാനം, മദ്രസ വിദ്യാഭ്യാസം, പരിശുദ്ധമായ ഖുർആൻ അത് ഉയർത്തിപ്പിടിച്ച് അത് പഠിപ്പിക്കുന്ന ആ രൂപത്തിലേക്ക്, അത് പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് മദ്രസാ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്നതിലേക്ക് നമ്മുടെ രക്ഷിതാക്കന്മാരൊക്കെ ഉണർന്നിരിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇവിടെ 2 മദ്രസ കൊണ്ട് വിദ്യാഭ്യാസമുണ്ട്. ഏത് മദ്രസയിൽ ചേർത്തിയാലും ശരി വിദ്യാഭ്യാസമുള്ള മതവിദ്യാഭ്യാസമുള്ള മക്കളെ, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറാവേണ്ടതുണ്ട്. വലിയ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വലിയ ഡൊണേഷന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡൊണേഷൻ കൊടുക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാണ് നമ്മൾ മക്കളെ പറഞ്ഞേക്കാറുള്ളത്. അതിന് നമുക്ക് പ്രശ്നങ്ങളില്ല. അതേസമയത്ത് മതവിദ്യാഭ്യാസം മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നതിനൊക്കെ നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും മതനിരാസത്തിന്റെയും പേരിലേക്ക് നമ്മുടെ കുട്ടികളൊക്കെ വളർന്നു വരുന്നു. ഇതിനൊക്കെ തടയിടണമെങ്കിൽ മദ്രസ വിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ടതുണ്ട്. നിങ്ങൾ വലിയ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്, ക്വാളിഫിക്കേഷനുള്ള വലിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനൊന്നും നമ്മൾ എതിരല്ല. എല്ലാ വിദ്യാഭ്യാസവും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. യൂറോപ്പിലൊക്കെ പോയി പഠിച്ച് യൂറോപ്പിലൊക്കെ പോയി ജോലി ചെയ്ത് വളരേണ്ടത് തന്നെയാണ് നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിന്റെയും സുന്നി യുവജന സംഘത്തിന്റെയും ഒക്കെ നേതാക്കന്മാരുടെ നിർദ്ദേശം. നമുക്കറിയാം, നമ്മുടെ മലപ്പുറം മഹദിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 6 ലക്ഷവും 7 ലക്ഷവും മാസത്തിൽ ശമ്പളം വാങ്ങിക്കൊണ്ട് യൂറോപ്പിൽ പഠിക്കുന്നുണ്ട്, യൂറോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ മർക്കസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ യൂറോപ്പിൽ 6 ലക്ഷവും 7 ലക്ഷവും 5 ലക്ഷവും വാങ്ങി ജോലി ചെയ്യുന്നുണ്ട്. മതവിദ്യാഭ്യാസം കൊടുത്തു എന്നതുകൊണ്ട് നമ്മളെ മക്കൾക്ക് വലിയ ഉയർന്ന ജോലി എടുക്കാതിരിക്കുകയോ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഞാൻ നേരിട്ട് പറയുന്നില്ല, ഏതായാലും പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസം കൊടുത്താലും മതവിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ നാം പിന്നോക്കം പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു അരമണിക്കൂറാണെങ്കിലും ശരി, നിങ്ങൾ ഉയർന്ന വിദ്യാഭ്യാസം വലിയ നഴ്സറിയിലേക്ക് പറഞ്ഞേക്കുമ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു അരമണിക്കൂറാണെങ്കിലും ശരി മദ്രസയുമായി ബന്ധപ്പെട്ട് ഒരു അരമണിക്കൂറെങ്കിലും മദ്രസയിൽ പഠിപ്പിക്കുന്ന സമ്പ്രദായത്തിലേക്ക് നാം വളർന്നു വരേണ്ടതുണ്ട്. അല്ലാതെ മദ്രസ വിദ്യാഭ്യാസം മറ്റും ഒഴിവാക്കിക്കൊണ്ട് ഉയർന്ന മറ്റുള്ള വിദ്യാഭ്യാസങ്ങളിലേക്ക് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള അപകടങ്ങൾക്ക് നമ്മൾ വിദ്യാർത്ഥികൾ പതിയിരിക്കുന്നുണ്ട് എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
ധാരാളം ആളുകൾ മരിച്ചവർക്ക് വേണ്ടി, അതുപോലെ തന്നെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടവര്, ഗർഭിണികള്, അതുപോലെ തന്നെ കേൾവി ശക്തി ഇല്ലാത്തവര്, അതുപോലെ തന്നെ അൽമാസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന 1-2 രോഗികളുണ്ട്. അതുപോലെ തന്നെ കാലിന് സുഖമില്ലാതെ, കാലിന് ഷുഗർ ബാധിച്ചുകൊണ്ട് കാല് മുറിച്ചു മാറ്റിയ സഹോദരന്മാർ വരെ പല രൂപത്തിലും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരിസരത്തുള്ള ഈ നമ്മുടെ ഈ മദ്രസയുടെ അയൽവാസികൾ വരെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയുക. എല്ലാവരുടെയും കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയാൻ വേണ്ടി കഴിയുകയില്ല. തങ്ങൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അതുപോലെ നമ്മുടെ പരിപാടിയുടെ മാംസമായും അരിയായും ക്യാഷായും സമ്മാനത്തിനും പല രൂപത്തിലും അതുപോലെ ചായക്കായും ഒക്കെ പല രൂപത്തിൽ സംഭാവനകൾ നൽകിയതുണ്ട്. ഇന്നൊരു സഹോദരൻ വിളിച്ചുകൊണ്ട് ഈ സ്റ്റേജിന്റെ പൈസ നമ്മളാരും ആ സഹോദരൻ പറഞ്ഞിട്ട് പോലുമില്ല. സ്റ്റേജിന്റെ പൈസ ഞാൻ കൊടുത്ത മുസ്ലിമാക്കായ മരിച്ചുപോയ വല്യപ്പാക്കും വല്യമ്മമാർക്കും ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരന്റെ വല്യപ്പമാരുടെയും വല്യമ്മമാരുടെയും കബർ അല്ലാഹു സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ, കബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ പ്രാർത്ഥിക്കുകയാണ്. അവർക്കൊക്കെ ദുആ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി എന്നെ ഞാനാക്കി നമ്മളെ ഈ രൂപത്തിൽ ഇത്ര വലിയൊരു സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ എവിടെ നിൽക്കാനും ഇവിടെ ഇരിക്കാനും നമ്മളെ പ്രാപ്തരാക്കി ഒരു കാലത്ത് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നായകത്വം വഹിച്ച പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ചറ്റാരി കുഞ്ഞിമു സാഹിബ്, പുളിശ്ശേരി കുഞ്ഞിമു സാഹിബ്, അതുപോലെ തന്നെ KP കുഞ്ഞർ മുസാഹിബ്, AK ബീരാൻകുട്ടി സാഹിബ്, PP അലവി സാഹിബ്, ഇങ്ങനത്തെ PK മൊയ്തീൻ സാഹിബ്, ഇങ്ങനെ തുടങ്ങി ഞാൻ പറഞ്ഞതും പറയാത്തതുമായ ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരൊന്നും ഓർക്കാതെ നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഉചിതമല്ല. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി അല്ലാഹു തആല അവരുടെയൊക്കെ കബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ഫലമായി അവർക്ക് സ്വർഗം ലഭിക്കാനുള്ള ഒരു അവസരമായി ഈ സദസ്സിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ പല രക്ഷിതാക്കന്മാരും പല വിദ്യാർത്ഥികളും എല്ലാവരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് അവസാനം ഉസ്താദ് ദുആ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ ധാരാളം ആളുകളെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രവാസി സുഹൃത്തുക്കൾക്ക് അവരുടെ അധ്വാനമാണ് നമ്മുടെ ഈ മദ്രസയും അതുപോലെ നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ. ആ പ്രവാസികളെയും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ആ പ്രവാസികൾക്കൊക്കെ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യും. അതുപോലെ തന്നെ മരണപ്പെട്ട ആളുകളെ എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ അവരുകളാണ്. അദ്ദേഹം നമ്മുടെ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷം വഹിച്ച് നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരിപാടി പ്രാർത്ഥന നടത്തി ഉപദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് നൂറുദ്ദീൻ ജഫീർ തങ്ങളവരുകളാണ്. തങ്ങളവരുകളെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ജാഫർ സഖാഫിയാണ്. ജാഫർ സഖാഫിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സദസ്സിലും വേദിയിലുമുള്ള ധാരാളം കാരണന്മാർ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ, വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കുന്ന ഇതര മതസ്ഥർക്കും അഭിവാദനങ്ങൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് അധ്യക്ഷനെ ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായിട്ട് തുടക്കം കുറിക്കുകയാണ്. നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവർ എത്തിയിട്ടുണ്ട്. നേരത്തെ ഉണർത്തിയതുപോലെ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ പറഞ്ഞ് ഈ ഒരു പരിപാടിയിലേക്ക് സംഭാവന ചെയ്തവരുണ്ട്, നേർച്ച ചെയ്തവരുണ്ട്. പലതും നമ്മൾ ചോദിക്കാതെ തന്നെ ഏറ്റെടുത്ത്, സ്റ്റേജ് അടക്കമുള്ള ചിലതൊക്കെ നമ്മൾ ചോദിക്കാതെ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് വന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി തങ്ങളവർ ദുആ ചെയ്യുമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ദുആയിലേക്ക് കടക്കാം. ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد
ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. فلك الحمد ولك الشكر حتى ترضى. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل وبلغ مثل ثواب ما قرأناه من قرآنك العظيم وما صليناه وما سلمناه وما عملناه هذه هدية وصلاة ورحمة نازلة وبركة شاملة وتحفة كاملة منا إلى حضرة النبي سيدنا وشفيعنا وحبيبنا المصطفى محمد صلى الله عليه وسلم. اللهم أنزله المقعد المقرب عندك يوم القيامة وتوجه بتاج العز والرضا والكرامة. اللهم أتك الوسيلة والفضيلة والدرجة العالية الشريفة وابعثه مقاما محمودا الذي وعدته. اللهم وإلى حضرات أرواح جميع الأنبياء والأولياء والشهداء والزهاد والصديقين والصالحين. اللهم قدس أسراركم ونبر ضرائحكم. اللهم أعل درجاتهم في الجنة. اللهم أفض علينا وعلى من نوينا من أسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة إنك على كل شيء قدير. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഇവിടെ ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും
ഇനി ചെയ്യാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണം അല്ലാഹ്. വല്ല പോരായ്മകളോ അതവുകേടുകളോ പൊരുത്തക്കേടുകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ സാധുക്കളായ ഞങ്ങൾക്ക് നീ മാപ്പാക്കണം റഹ്മാനേ. എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് ഞങ്ങളവിടെ ചൊല്ലിയതൊക്കെയും ഉപ്പാപ്പ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. മറ്റ് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും അലമകളുടെയും സാദത്തുക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ കളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. പ്രത്യേകിച്ച് ഞങ്ങളെ മമ്പുറത്തെ ഉപ്പാപ്പയുടെ കളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും മറവ് ചെയ്യപ്പെട്ട സകല മഹാന്മാരുടെ കളറത്തിലേക്കും നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനേ. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ടും ഞങ്ങളിവിടെ ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ടും റബ്ബേ സാധുക്കളായ ഞങ്ങളുടെ സകല പാപങ്ങളും നീ പൊറുക്കണം അല്ലാഹ്. ഹൃദയങ്ങളൊക്കെയും നീ ശുദ്ധീകരിക്കണം അല്ലാഹ്. പോരായ്മകളൊക്കെയും നീ പരിഹരിക്കണം അല്ലാഹ്. നിന്റെ ഇഷ്ടക്കാരിലേക്ക് ഞങ്ങളെയൊക്കെയും നീ ഉയർത്തിത്തരണം റഹ്മാനേ. ഞങ്ങളെ ദുനിയാവും ആഖിറവും ഒക്കെ നീ റാഹത്തിലാക്കണം അല്ലാഹ്. സന്തോഷത്തിലാക്കണം അല്ലാഹ്. സംതൃപ്തിയിലാക്കണം അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലാക്കണം അല്ലാഹ്. റബ്ബേ, ഞങ്ങളോടൊക്കെ ബന്ധപ്പെട്ട സ്നേഹം തന്ന പലവരും മരിച്ചു പോയിട്ടുണ്ട്. മറക്കാൻ പറ്റാത്ത പല ആളുകളും ഇന്ന് ആറടി മണ്ണിൽ കിടക്കുന്നുണ്ട്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പല ആളുകളും ഇന്ന് ആറടി മണ്ണിലാണ്. എല്ലാവരുടെയും ഖബറുകൾ നീ വിശാലമാക്കണം അല്ലാഹ്. സന്തോഷത്തിലാക്കണം അല്ലാഹ്. സ്വർഗത്തോപ്പാക്കണം അല്ലാഹ്. റബ്ബേ, ഞങ്ങളിങ്ങനെ മീലാദിന്റെ പരിപാടി പ്രഖ്യാപിച്ചപ്പോഴേക്ക് ഇതിന് വേണ്ടി ചെറിയതും വലിയതുമായ സംഭാവനകൾ തന്നവരുണ്ട്. അരി തന്നവരുണ്ട്, മാംസം തന്നവരുണ്ട്, മറ്റു പല രൂപത്തിലും ഞങ്ങളോട് സഹകരിച്ചവരുണ്ട്. ഞങ്ങളെ ഈ സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ചവരുണ്ട്. ഇപ്പോഴും ഇതിന്റെ നടത്തിപ്പിൽ സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഞങ്ങളെ ഈ സ്ഥാപനത്തിനോട് ആരൊക്കെ എങ്ങനെയൊക്കെ സഹകരിക്കുന്നു അവരെയൊന്നും ദുനിയാവിലും ആഖിറത്തിലും നീ വഷളാക്കരുത് അല്ലാഹ്. മാനം കെടുത്തരുത് അല്ലാഹ്. എടങ്ങാക്കരുത് അല്ലാഹ്. കഷ്ടപ്പെടുത്തരുത് അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനത്തെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്തണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളെ നല്ലവരാക്കണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്ന ഉസ്താദന്മാർക്ക് സന്തോഷം നൽകണം അല്ലാഹ്. സ്ഥാപനത്തിന്റെ കമ്മിറ്റി ഭാരവാഹികളിലൊക്കെയും പരസ്പര സന്തോഷവും സ്നേഹവും ഒത്തൊരുമയും നീ നിലനിർത്തണം അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനത്തെ നീ ഏറ്റെടുക്കണം റഹ്മാനേ. ഞങ്ങളോടൊക്കെ ബന്ധപ്പെട്ട പലവരും പല രൂപത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട്, നീറുന്നവരുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, പറയാൻ മടിക്കുന്ന വിഷമങ്ങൾ കൊണ്ട് വരെ കഷ്ടപ്പെടുന്നവരുണ്ട്. നീ പരിഹാരമാകണം അല്ലാഹ്. നീ പരിഹാരമാകണം അല്ലാഹ്.
പരിഹാരമാകണം അല്ലാ. ഞങ്ങളെ ഈ പരിപാടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിലപ്പുറം റാഹത്തിലും സന്തോഷത്തിലും നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും അവസരങ്ങളും നീ ഞങ്ങൾക്ക് ഒരുക്കിത്തരണേ അല്ലാ. അതിനനുകൂലമായ കാലാവസ്ഥയും നീ ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങളനുഗ്രഹിക്കണം അല്ലാ. റബ്ബേ, ഞങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ ഈമാൻ സലാമത്താക്കണം അല്ലാ. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും ചിന്തകളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ സംരക്ഷിക്കണം റഹ്മാനേ. നീ സംരക്ഷിക്കണം അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. അധ്യക്ഷന് വേണ്ടി നൗഫൽ അൽസനി നെല്ലിക്കോത്ത് ഉസ്താദെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. പ്രിയമുള്ള രക്ഷിതാക്കളെ, ജേഷ്ഠാനുജന്മാരെ, ഉമ്മമാരെ, കൂടുതലായി ആമുഖങ്ങളൊന്നും പറയാതെ കൂടുതൽ നീട്ടി പരത്തി സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടിയിലേക്ക്, വിദ്യാർത്ഥികളുടെ മത്സര പരിപാടിയിലേക്ക് നമുക്ക് കടക്കണം എന്നതുകൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല. നമ്മുടെ മക്കൾ, അവര് നമ്മുടെ ഭാവിയുടെ പ്രതീക്ഷയാണ്. ആ മക്കളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഏതൊരു രക്ഷിതാവും തന്റെ മകന് അല്ലെങ്കിൽ തന്റെ മകൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണം എന്ന ഒരു ലക്ഷ്യമേ ഉണ്ടാവുകയുള്ളൂ. അതിനാവശ്യമായ ചില കാര്യങ്ങള് നമ്മൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത്. നമുക്കറിയാം, മദ്രസയുമായി ബന്ധപ്പെട്ട് പറയുമ്പോ നമ്മുടെ മക്കളൊക്കെ അൽഹംദുലില്ലാ രാവിലെ ആയാൽ എണീറ്റ് സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടൻ ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടും. ലോകത്തെ ഏറ്റവും കൂടുതൽ അങ്ങനെ തന്നെ പറയാണ്, ലോകത്തെ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ഒരു സംഗതിയാണ് ഇൽമ് എന്നുള്ളത്. ശരീരം കൊണ്ട് ചെയ്യുന്ന അമലിനേക്കാൾ
ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാഹ് തന്റെ മജ്മൂഅത്തിന്റെ കിതാബിൽ പറയുന്നുണ്ട് അന്നഹും മുത്തഫിഖൂന അലാ അന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി അഫ്ളലുൽ ഇസ്തിഗാലാത്തി ബിൻ നവാഫിൽ നോമ്പ് സുന്നത്തായ നോമ്പിനേക്കാൾ, അതുപോലെ തന്നെ സുന്നത്തായ നിസ്കാരങ്ങൾ, തസ്ബീഹ്, ഇതുപോലത്തെ മറ്റേ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും മഹത്വം ഇൽമുമായി ശുഗാവുക, ഇൽമുമായി ജോലിയാവുക എന്നുള്ളതിനാണ്. ആ ഒരു കാര്യത്തിലാണല്ലോ നമ്മുടെ മക്കൾ ആദ്യമായിട്ട് രാവിലെ എണീറ്റ് വരുന്നത്. പക്ഷേ ഇൽമു പഠിക്കുമ്പോ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഗതികൾ നേരത്തെ ഉണർത്തിയതുപോലെ നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ ഭാവി പ്രതീക്ഷ ഈ മക്കളാണ്. നമ്മളൊക്കെ മരിച്ചു കഴിയും. കൂടുതൽ കാലം ഈ ഭൂമി ലോകത്ത് നമ്മൾ ആരും ജീവിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, ഇദാ മാത്തൽ മുസ്ലിമു ഇൻഖതഅ അമലുഹു ഇല്ലാ ബിതലാത്ത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ 3 കാര്യങ്ങളെയും മുഴുവൻ കാര്യങ്ങളും അവനായിട്ട് ദുനിയാവുമായിട്ടുള്ള എല്ലാവിധ ബന്ധങ്ങളും അവൻ വിച്ഛേദിച്ചു പോയി, അവൻ ഒഴിവാക്കി പോയി. പക്ഷെ 3 കാര്യങ്ങളുണ്ടോ, മരിച്ച് എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ ഖബറിലേക്ക് ഇങ്ങനെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. അത് എത്ര കാലം കഴിഞ്ഞാലും പ്രതിഫലം ഭൗതിക വിദ്യാഭ്യാസം വേണം. ഇന്നത്തെ സാഹചര്യത്തിൽ ഭൗതിക വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും മദ്രസയിലേക്ക് വരുമ്പോൾ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്രസയിലേക്ക് വരുമ്പോൾ പലപ്പോഴും മദ്രസ തുടങ്ങി 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് എത്തുള്ളൂ. 6:30 തുടങ്ങേണ്ട മദ്രസ 6:40 6:45 എത്തുന്ന വിദ്യാർത്ഥികള് പിന്നെ അവർക്ക് 7 മണിയായ 7:15 ഉസ്താദെ ട്യൂഷന് പോട്ടെ എന്ന് ചോദിക്കുക. നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ ആരെയും കുറിച്ച് കുറ്റം പറയില്ല, സാഹചര്യം അങ്ങനെയാണ്. 7 മണി 7:15 ഈ കുട്ടിക്ക് ട്യൂഷന് പോകണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും എല്ലാ കുട്ടികളും എത്തിയിട്ട് ഉസ്താദ്മാര് ക്ലാസ്സിലേക്ക് പാടത്തിലേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയാണ്ട് വരിക. സുബൈക്ക് തന്നെയാണല്ലോ. ആ സമയത്ത് മദ്രസയിലേക്ക് കയറിയിട്ട് ഇവരെന്ന് ഈ ക്ലാസ്സിലേക്ക് എത്തിക്കിട്ടണം എന്നുണ്ടെങ്കിൽ 1/4 മണിക്കൂർ പിടിക്കും. പിന്നെ ഈ കുട്ടികൾക്ക് കിട്ടണ എത്ര മിനിറ്റാ? വെറും 15 മിനിറ്റ്.
ഈ 15 മിനിറ്റ് കൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കണം. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, മനസ്സറിഞ്ഞ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ദുന്യാവിലെ നമ്മുടെ ഈ വിദ്യാഭ്യാസം, ഇൽമ് എന്ന വിദ്യാഭ്യാസം നമ്മുടെ ഒരു വർഷത്തിനുള്ളതാണോ? അത് അല്ല. 2 വർഷം പരിധിക്കാൻ പറ്റുമോ? 5 വർഷം വെക്കാൻ പറ്റുമോ? 100 വർഷം വെക്കാൻ പറ്റുമോ? 200 വെക്കാൻ പറ്റുമോ? ഇല്ല. ഇൽമിന് പരിധിയില്ല. നമ്മൾ ഒരാൾ ഒരു ഉപകാരപ്രദമായ അറിവ് പഠിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടും. 100ഉം 200ഉം 500ഉം 1000ഉം എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് അതുകൊണ്ട് ഉപകാരം ലഭിക്കും. അതേ സമയത്ത് ഭൗതികപരമായിട്ട് ഇൽമിനോ, ഞാനതിനെ നിസ്സാരവൽക്കരിക്കല്ലോ കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വേണം. പക്ഷേ ദീനിയായ വിജ്ഞാനങ്ങൾക്ക് തടസ്സം വരുന്നത് നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം. ഒരാൾ നല്ലോണം പഠിച്ചു, ഉന്നത വിജയം നേടി, കഠിനാധ്വാനം ചെയ്തു, MBBS-ഉം അതുപോലെ തന്നെ ഡോക്ടറേറ്റും രക്ഷിക്കുമാറാവട്ടെ. പെട്ടെന്ന് 1ാം റാങ്ക്, എല്ലാ മുഴുവൻ പരീക്ഷകളിലും 1ാം റാങ്കോടുകൂടെ അവൻ പാസ്സായി. പിറ്റേ ദിവസം ആക്സിഡന്റിൽ പെട്ട് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്താ? ഇത്രയും കഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് ക്യാഷ് അവൻ മുടക്കിയിട്ട് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത്ര കഷ്ടപ്പെട്ട ആ അറിവ് കൊണ്ട് അവർക്ക് എന്തുപകാരം കിട്ടി? അതേ സമയത്ത് ഒരു ദിവസം നമ്മൾ അല്പസമയം ഇൽമുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് എത്ര വർഷം കഴിഞ്ഞാലും അതിന്റെ ഉപകാരം അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് വീണ്ടും പറയുന്നു, ഭൗതിക അറിവുകൾക്ക് നമ്മൾ പ്രാമുഖ്യം നൽകണം. എന്നോട് തന്നെ പല കുട്ടികളും ഞാൻ നിർത്തുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര ക്ലാസ്സിലാ? ഞാനിപ്പോ 8ാം ക്ലാസ് എത്തി, അല്ലെങ്കിൽ 10ാം ക്ലാസ് എത്തി. സ്കൂളിലോ? 8ാം ക്ലാസ്സിലാണ്. പിന്നെ സ്കൂളിൽ നിർത്തിക്കണം, മദ്രസ മാത്രമാക്കണ്ട. അത് ഉമ്മ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ പറഞ്ഞത്. ഈ രൂപത്തിലായോ നമ്മുടെ മക്കള്? മദ്രസ എത്തുമ്പോ അല്ലെങ്കിൽ മദ്രസക്ക് രാവിലെ തൊപ്പിയിട്ടാണ് പോകുക. ഒരു മോശമല്ലേ എന്ന രീതിയിലേക്ക് നമ്മുടെ ചിന്താഗതി എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ ആ മക്കളാണ് നമ്മുടെ ഭാവി നശിപ്പിക്കുന്നത്. ആ മക്കളാണ് യുക്തിവാദത്തിന്റെയും നവീനവാദത്തിന്റെയും അടിമകളായി മാറുന്നത്, ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നത്. ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം ഊന്നൽ നൽകണം. അതിലേറെ നമ്മൾ ദീനിയായ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകണം. നമുക്ക് ഒരിക്കലും അതുകൊണ്ട് നഷ്ടം വരില്ല എന്ന് സാന്ദർഭികമായിട്ട് ഉണർക്കൊണ്ടുകൊണ്ടതിനായിട്ട് പറയല്ല, സംസാരിക്കുകയല്ല. ഞാൻ നിർത്തുകയാണ്. കാരണം വിദ്യാർത്ഥി പരിപാടികളുണ്ട്. അതോടൊപ്പം ഒരുപാട് ആളുകൾ ഈ മസ്ജിദിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു തആല അകറ്റി കൊടുക്കുമാറാവട്ടെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എന്തെല്ലാം ഉദ്ദേശങ്ങൾ നേർച്ച ചെയ്തവരാണോ, സംഭാവന ചെയ്തവരാണോ, അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല അകറ്റി കൊടുക്കുമാറാവട്ടെ. മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കാൻ അതൊക്കെ കാരണമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചു തരുന്നത് ജഅഫർ ഉസ്താദ് അവറുകളാണ്. ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله المبين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. കൂടുതലായി ഒന്നും പറയുന്നില്ല. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കൂടിയിരിക്കുന്ന ഈ പരിപാടി മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള ഒരു പരിപാടിയാണ്. എന്തിനാണ് ഇങ്ങനെ പരിപാടി വെക്കേണ്ട ആവശ്യം? അതിന് പല കാരണങ്ങളുമുണ്ട്. നമുക്കറിയാം, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട വ്യക്തി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നമ്മെ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട്. നമുക്കറിയാം, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പല സന്ദർഭങ്ങളിലും പല വിഷയങ്ങളിൽ നിന്നും അത് നമുക്ക് മനസ്സിലാക്കാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, എന്റെ ഉമ്മത്തിന് പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ എല്ലാ വുളൂഇന്റെ സമയത്തും ഞാൻ അവരോട് മിസ്വാക്ക് ചെയ്യാൻ നിർബന്ധിക്കുമായിരുന്നു. ഇതിൽ നിന്നും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് മിസ്വാക്ക് ചെയ്യുക മീൻസ് ബ്രഷ് ചെയ്യുക, അത് നമുക്ക് വേണ്ടി അവിടെ ആ നിർബന്ധം ഒഴിവാക്കുകയാണ്. നമ്മളോടുള്ള സ്നേഹമാണ്. അല്ലാഹു തആല മുത്തനബിക്ക് ഒരു ഓപ്ഷൻ കൊടുത്തു. നബിയെ, നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് പകുതി ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ നിങ്ങൾക്ക് അവസരം നൽകിയിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ, റെക്കമെൻഡ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം നൽകുന്നു. നിങ്ങൾ ഏതാണ് തെരഞ്ഞെടുക്കുന്നത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തെരഞ്ഞെടുത്ത ഓപ്ഷൻ ഏതാണ്? മുത്തനബി പറഞ്ഞു, എനിക്ക് ശുപാർശക്കുള്ള ഓപ്ഷൻ മതി. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? മുത്തനബി ആ ഓപ്ഷൻ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? കാരണം ഈ ഉമ്മത്തിലെ എല്ലാ ആളുകളെയും ശുപാർശ ചെയ്തുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു എന്നല്ലേ എന്റെ അർത്ഥം? അപ്പോൾ ഈ നബി എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കും? How can we love Prophet Muhammad sallallahu alaihi wasallam? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? How can we celebrate മീലാദുൻ നബി? എങ്ങനെയാ മുത്തുനബിയുടെ ജന്മദിനം നമുക്ക് കൊണ്ടാടാതിരിക്കാൻ കഴിയുക? മാത്രല്ല, മരിക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർത്ത് കരഞ്ഞു. നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു. ഉമ്മത്തിന്റെ മരണവേദനയെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വേദനിച്ചു. ഇത്ര വലിയ ഒരു നേതാവ് എവിടെ നിന്ന് കിട്ടാനാണ്? ഇത്രയും നമ്മെ സ്നേഹിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നന്മ ചെയ്യുമ്പോൾ മുത്തുനബി സന്തോഷിക്കുക. നമ്മൾ തിന്മ ചെയ്യുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു. ഇങ്ങനത്തെ ഒരു നബി ജനിച്ച ദിവസം, നബി ജനിച്ച മാസം നമ്മൾ എങ്ങനെയാ സന്തോഷിക്കാതിരിക്കുക? ഇതിനെല്ലാം പുറമെ ഇനി ഖുർആനിലേക്കും ഹദീസിലേക്കും മറ്റുള്ള ഖിയാസിലേക്കും എല്ലാം നോക്കിയാൽ നബി ദിനാഘോഷത്തിന് തെളിവുകളുണ്ട്. ലോകർക്ക് റഹ്മത്തായിട്ടല്ലാതെ അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ നിങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കൂലേ? അതിന് കുറെ വേറെ ആലോചനകളൊന്നും ആവശ്യമില്ലല്ലോ. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു വഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ആ റഹ്മത്ത് എന്നതിന്റെ ഉദ്ദേശം നബിയാണെന്ന് പല തഫ്സീറുകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന്. ആ നബിയെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. ഫൽയഫ്റഹു, നിങ്ങൾ സന്തോഷിക്കൂ എന്ന് പറഞ്ഞ് റബീഉൽ മാത്രമല്ല, വഖൈറും മിമ്മാ യജ്മഊൻ, നിങ്ങൾ സംഘടിക്കുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയത് മുത്തുനബിയുടെ പേരിൽ നിങ്ങൾ സംഘടിക്കലാണ്. അല്ലാഹുവാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് നബി ദിനം കഴിക്കാതിരിക്കുക? അപ്പോ നിങ്ങൾ സന്തോഷിക്കും. ആ സന്തോഷം മഹാന്മാർ പറയുന്നുണ്ട്, റബീഉൽ അവ്വലിൽ 12 അത് പ്രത്യേകം സന്തോഷിക്കണം. ആ മാസം പ്രത്യേകം സന്തോഷിക്കണം. മുഴുവൻ വർഷം മുഴുവൻ സന്തോഷിക്കണം. പിന്നെ ഈ റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 12 ഈ മാസവും നമുക്ക് വിടാൻ കഴിയോ? അതുകൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. എന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നമ്മൾ സന്തോഷിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് അനുഗ്രഹം നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
എന്ന ഖുർആൻ വാക്യത്തിൽ ഈ യോഗം, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉദ്ഘാടന സെഷൻ അവസാനിച്ചാലുടൻ സബ് ജൂനിയർ വിഭാഗത്തിന്റെ മദ്ഹ് ഗാന മത്സരം വേദിയിൽ അരങ്ങേറുന്നതാണ്. മത്സരാർത്ഥികൾ ഫർഹാൻ കെ, അദ്നാൻ പി, സ്വാലിഹ് ബി, മുഹമ്മദ് ഇഷാൻ പി കെ, മസ്നാൻ പി പി, ഹഫീദ് എ പി, മുഹമ്മദ് റാസി ടി, സയാൻ ബി, നിഹാലൻ പി, അജ്നാസ് ബി, ഷാദീൻ സി. ഇത്രയും വിദ്യാർത്ഥികൾ മൈക്കോനിയിൽ റിപ്പോർട്ട് ചെയ്യുക. കൃഷ്ണന്റെ നമ്മുടെ പൊതുപരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഇത് വിദ്യാർത്ഥികളുടെ പരിപാടിയാണ് നടക്കാനുള്ളത്. കുറഞ്ഞ വാക്കിൽ ബഹുമാനപ്പെട്ട അഷറഫ് ഉസ്താദ് നന്ദി പ്രഭാഷണം നടത്തിക്കൊണ്ട് നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഒരു സഹോദരൻ, ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സഹോദരൻ ഇപ്പോൾ ഒരു ചാക്ക അരിയുടെ കാശ് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ വന്നത് ഇപ്പോഴാണ് തന്നത്. ആ സഹോദരന്റെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. ആ സഹോദരൻ ജോലി അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ആ സഹോദരൻ മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വാപ്പയുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി ഒരു സഹോദരി 1000 രൂപ തന്നിട്ടുണ്ട്. അതുപോലെ ഒരു സഹോദരൻ 500 രൂപ തന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് അവസാനം ദുആ ചെയ്യുന്നതാണ്. അഷറഫ് ഉസ്താദിനെ നന്ദി പ്രകാശനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരിമാരെ, വിദ്യാർത്ഥി അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം അവസാനിക്കുകയാണ്. എന്റെ കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ് നമ്മൾ ഈ പ്രാവശ്യം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുറെ പുസ്തകങ്ങൾ വായിച്ചു. ആ വായിക്കുന്നതിനനുസരിച്ച് നബിയോട് നമുക്ക് സ്നേഹം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് മനസ്സിലായാൽ നമ്മൾ കുറെ പഠിക്കണമെന്നാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സ്വഭാവവും വേഷവും വസ്ത്രവും മറ്റുള്ള എല്ലാം അങ്ങനെ വായിച്ചപ്പോ ആ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പുതിയാവണം. അള്ളാഹുവിനെ പറയുന്നുണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചുവന്ന ഡ്രസ്സ് ധരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോ ആയിഷാബി നോക്കിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്ത് രസമാണ് നിങ്ങളെ കാണാൻ, എന്തൊരു രസമുണ്ട് നിങ്ങളെ കാണാൻ എന്ന് പറഞ്ഞു. അത്രമാത്രം സുന്ദരനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ലോകത്തെ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സൗന്ദര്യമായിരിക്കും, സ്വഭാവമായിരിക്കും, എന്തായിരിക്കും, എല്ലാത്തിനേക്കാളും മുകളിലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളോടും ചൂടായിട്ടില്ല എന്ന്, ഒരു കാര്യത്തിനോടും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. കിതാബിൽ കാണാം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്, അല്ലാഹു അല്ലാതൊരു ഇലാഹില്ല എന്നാണ്. ആ ഒരു വാക്ക് തഷ്ഹദ് നിബിത്തങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരൊറ്റ വാക്കും ഇല്ല എന്ന വാക്ക് ഉപയോഗിക്കുമായില്ല എന്ന്. അത്രമാത്രം ഒരാളോട് നെഗറ്റീവ് പറയാത്ത മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ സ്വഭാവങ്ങൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ വലിയ ഇഷ്ടമായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം പറയാം. അതിന് വിറക് വെക്കുന്ന, അടുപ്പിൽ തീ കത്തിക്കുന്ന ആളോട് പറയുന്നൊരു വാക്കുണ്ട്. നിങ്ങൾ അടുപ്പിൽ വിറക് വെക്കുകയാണെങ്കിൽ ആ വിറക് ഒന്നിങ്ങനെ കൊട്ടി തുണയും, ഒന്നിങ്ങനെ പുറത്ത് വെച്ചാൽ കൊട്ടണം. അതെന്തിനാണ്? അതിലെന്തെങ്കിലും ഉറുമ്പുകളോ എന്തെങ്കിലും ചെറിയ ജീവികൾ ഉണ്ടാവും, അവര് കത്തിപ്പോവും. അത്രമാത്രം സ്നേഹമാണ് മനുഷ്യന്മാരോട് മാത്രമല്ല, ലോകത്തെ എല്ലാവരോടും സ്നേഹമുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തനബിയെ നമ്മൾ കുറേ പഠിക്കണം, കുറേ വായിക്കണം, ഇഷ്ടം കൂടും. അങ്ങനെ ഇഷ്ടം കൂടുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള പണിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുകൾ ഇങ്ങനെ ചെല്ലൽ, കുറേ സ്വലാത്തുകൾ ചൊല്ലി നമ്മളെന്താവണം, ആ മുത്തനബിയുടെ ശഫാഅത്തിന് അർഹരാവണം. മറ്റുള്ള അമലുകളൊക്കെ നഷ്ടപ്പെട്ടു ഒരിക്കലും നഷ്ടപ്പെടാത്ത അമല് സ്വലാത്താണ്. അല്ല, എല്ലാ അമലുകളും 2 വശമുണ്ടെന്ന് പറയാറുണ്ട്. സ്വീകരിക്കപ്പെടും, സ്വീകരിക്കപ്പെടാതിരിക്കാം. പക്ഷേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന് സ്വീകരിക്കപ്പെടുക എന്നൊരു വശം മാത്രമേ ഉള്ളൂ എന്നാണ്. എത്ര സ്വലാത്ത് ചൊല്ലിയാൽ നഷ്ടാവില്ല. നമുക്ക് നല്ലപോലെ സ്വലാത്ത് അല്ലാതെ തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ഞാൻ എന്റെ കർത്തവ്യത്തെ കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ ദുആ ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് നൂറുദ്ദീൻ തങ്ങൾ, പിന്നെ അധ്യക്ഷപ്രസംഗം നടത്തിയ സദർ ഉസ്താദ്, ജാഫർ ഉസ്താദ്, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, നമ്മൾ ഈ പരിപാടി ഇങ്ങനെ കാണുമ്പോൾ ഈ റാഹത്താണ്. കുറെ 30 വർഷം മുമ്പേ ഇപ്പോഴും പരിചയം നാട്ടിലെ പരിപാടി കൂടുതലുണ്ട്.
ഓരോ വർഷവും കൂടി കൂടി വരികയാണ്. ആളുകൾ കൂടുന്ന പരിപാടിയുടെ ഭംഗി കൂടി വരികയാണ്. അങ്ങനെയാണ് ഖുർആനിലുള്ളതിലെ തങ്ങളെ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു, തങ്ങളെ പറച്ചിൽ. അതുകൊണ്ട് എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മദ്രസ കാണുമ്പോഴൊക്കെ നമ്മുടെ മദ്രസയിൽ കുറെ ആളുകൾ സഹായിച്ചവരുണ്ട്. നമുക്ക് നമ്മളെ അലവിയാജിന്റെ ഒരു മുത്തച്ഛണ്ട്, 3 ലക്ഷത്തോളം രൂപ ഈ മദ്രസയിൽ തന്ന ആളാണ്. അള്ളാഹു ഒക്കെ സ്വീകരിക്കുമാറാവട്ടെ. അതൊക്കെ ആഖിറത്തിൽ കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. അങ്ങനെ കുറെ ആളുകൾ ഇവിടെ ഇല്ല. ഇന്നിപ്പോ ഞാൻ ഇന്നും പള്ളിക്കാട്ട് പോയിരുന്നു. പള്ളിക്കാട്ടിൽ പോയി ഇങ്ങനെ ഖബർസ്ഥാനിൽ പോയാല് ആ പേരുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓർമ്മ. നമ്മളിങ്ങനെ കണ്ട് മരിച്ച കുറെ ആളുകൾ ഇങ്ങനെ ഖബർസ്ഥാനിൽ ഇങ്ങനെ പേര് കേട്ടാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടൊപ്പം ഉമ്മയില്ല, എല്ലാവർക്കും നൽകുമാർ. പിന്നെ നമ്മുടെ കുറെ ആളുകൾ വളരെ ജാത്തൂരിലെ എപ്പോഴും അങ്ങനെ കുറെ ആളുകൾ കുറെ ഉമ്മമാര് മരണപ്പെട്ടു പോയി. മാറാവട്ടെ. അങ്ങനെ കുറെ ആളുകൾ നമ്മൾ വിട്ടുപോയി. നമ്മളൊക്കെ പോകും, എന്തായാലും നമ്മൾ പോകുന്ന ഉറപ്പാണ്. നല്ല നിലക്ക് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ദർസിന് വേണ്ടി സഹായിച്ച, പരിപാടിക്ക് സഹായിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. പിന്നെ പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് നമ്മൾ സാധുമാരൊക്കെ കഷ്ടപ്പെടുന്ന പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹുവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമാറാവട്ടെ. പിന്നെ നമ്മളെ ഈ ചായ ശ്രദ്ധിക്കാൻ സംഭവം, ചായ പറഞ്ഞാല് കമ്പനിക്കാരല്ല, നമ്മളെ റാഫി കൂട്ടുകാരും തീരുമാനിച്ചിട്ട് ചെയ്താണ്. വലിയ രസമുള്ള പരിപാടിയാണ്. കഴിഞ്ഞ വർഷം നടത്തി, ഈ വർഷം ഉഷാറായിട്ട് നടത്തുന്ന അങ്ങനെ ഓരോ പരിപാടികളും സമ്മാനത്തിന് വേറെ, പള്ളിക്ക് വേറെ, മനസ്സിന് വേറെ, എല്ലാവരും ഇങ്ങനെ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ അള്ളാഹു അറിയും, ഒരൊറ്റം നഷ്ടമാവില്ല. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതൊക്കെ കണ്ട് സന്തോഷിക്കാൻ ഖബറിലെത്തുമ്പോഴാണ് നമുക്ക് ആവശ്യം ഉണ്ടാവുക. അതൊക്കെ ഖബറിലെത്തി സന്തോഷിക്കാൻ നമുക്ക് തൗഫീഖ് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته. ജസ്നെ മിലാദ് 2K24 അതിന്റെ ഉദ്ഘാടന സെക്ഷൻ അവസാനിച്ചിരിക്കുന്നു. വേദിയിൽ സബ്ജക്ട് വിഭാഗത്തിന്റെ മധുരഗാന മത്സരം തുടരുന്നു. ഞങ്ങളോട് സഹകരിച്ച സ്ഥാപനങ്ങൾ ബയ്യാൻ ടെൽസ് NH അരീത്തോട്, ബാബു സ്റ്റോർ അരീത്തോട്, മുട്ടിച്ചിറ ട്രേഡേഴ്സ് മുട്ടിച്ചിറ,